ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇത്തവണ ചന്ദ്രലേഖ ഒറ്റയ്ക്കല്ല, ഇവനും ഉണ്ടാവും. ഈ വീട്ടിലെ മുഴുവൻ അലങ്കാരങ്ങൾ, വിവാഹ നിശ്ചയത്തിന്റെ ചടങ്ങുകൾ, ഭക്ഷണം, അങ്ങനെ വേണ്ടതൊക്കെ നിങ്ങൾ രണ്ടുപേരും മുൻകൈയെടുത്ത് ചെയ്യണം. വെയിറ്റ് ചെയ്യ. മേഡം ഒന്ന് വരാമോ? പിന്നെ കിട്ടണ കൊറേ. വരും മേഡം. അങ്ങോട്ട് വരാവോ? ഒന്ന് നോക്കേ. സോറി, ഞാൻ വാങ്ങിച്ചരാം. ഓക്കെ മാഡം. കിട്ടിയ അവന്? കിട്ടിയ അവന്? കിട്ടിയ അതിങ്ങ് തരാനാ പറഞ്ഞത്. എന്തിനു തരേ? ദേ, മര്യാദയ്ക്ക് തരുന്നതാ നല്ലത്. ഇല്ലെങ്കിൽ പോലീസിൽ അറിയിക്കും, പിന്നെ പോലീസുകാർ വരും, പിന്നെ നിങ്ങൾ കള്ളിയായി മാറും. തരാൻ തരാം. അയ്യേ, എക്സ്ട്രീംലി സോറി. ഇറ്റ്സ് ഓക്കെ മാഡം. അതെ, സുരണ അബദ്ധം പറ്റിപ്പോയി. ആരിങ്ങനെ വള ഒരു ബ്ലൗസിനകത്ത് വെക്കുന്ന അബദ്ധം? അത് ചെയ്തിട്ട് നിന്ന് എന്റെ പിള്ളേരെ കൊണ്ടാണ് എത്തില്ലടി. കഷ്ടം. ഐ ആം സോറി. ഇതിന് കേസും വഴക്കൊന്നും ആക്കണ്ട. ഇവരൊരു ക്ലെപ്റ്റോമാനിയ പേഷ്യന്റാ. അതെന്തേ? എന്ത് കിട്ടിയാലും അത് ഒളിപ്പിച്ചു വെക്കാനുള്ള ഒരു രോഗം അത്. അതെ, വിലപിടിപ്പുള്ളത് എന്ത് കണ്ടാലും ഇവളെടുക്കും. അങ്ങനത്തെ ഒരു മാനിയ അസുഖമാണ് ഇവൾക്ക്. ശരി മാഡം, എന്തായാലും വള തിരിച്ചു കിട്ടിയല്ലോ. ഇനി പോയിക്കോളൂ. താങ്ക് യു സോ മച്ച്. നടക്കങ്ങോട്ട്. നടക്കടി അങ്ങോട്ട്. അടാ ഓടി അങ്ങോട്ട്. പോവാ അങ്ങോട്ട്. ഈ നാട്ടിലെ ഏറ്റവും വലിയ ഫ്രോഡ് ഞാനാണെന്നായിരുന്നു എന്റെ വിചാരം. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, എന്റെ സ്ഥാനം രണ്ടാമതേ ഉള്ളൂ. ഒന്നാം സ്ഥാനം നിങ്ങൾക്ക് തന്നെയാ. പൊങ്ങച്ചം, മണ്ടത്തരം, ഇപ്പതേ മോഷണവും. നിങ്ങളുടെ തലയിൽ ആൾതാമസമൊന്നുമില്ലേ? ലോകത്ത് ആരെങ്കിലും CCTVയുടെ താഴെ ഇരുന്ന് ഇമാതിരി പരിപാടി കാണിക്കോ? അത് പിന്നെ സ്വർണ്ണം എല്ലാം കൂടെ കണ്ടപ്പോ എന്റെ കൈ ഇങ്ങനെ വിരുവിരാന്ന് വന്നു. ബുദ്ധിമുട്ടും പ്രാരാബ്ദവും കൊണ്ടാ. നിനക്കാ ഇംഗ്ലീഷ് അസുഖമാണെന്ന് കൊച്ചു പറഞ്ഞതുകൊണ്ട് നീ രക്ഷപ്പെട്ട് കേട്ടാ. അല്ല, അതെന്ത് മാനിയെന്നാ മോളെ പറഞ്ഞത്? ക്ലെപ്റ്റോമാനിയ. ഓ, ക്ലെപ്റ്റോമാനിയ. നീ ഈ പേര് പഠിച്ചു വെച്ചോ. ഇനി എന്തെങ്കിലും സാധനം നീ എവിടെന്നെങ്കിലും എടുത്ത് നിന്നെ പൊക്കുമ്പോ ഇത് പറഞ്ഞ് നിനക്ക് രക്ഷപ്പെടാം. 2 ഗുളിയും കൂടി വാങ്ങിച്ചു വെച്ചോ, ഒരു തെളിവിന്. ഇത് വെച്ചോ.
അറിയാലോ, 3-ാം ദിവസം എൻഗേജ്മെന്റാ. അതിന് നിങ്ങൾക്കിടാനുള്ള ഡ്രസ്സും ഓർണമെന്റ്സ് എല്ലാം ഞാനങ്ങ് എത്തിക്കാം. കേട്ടല്ലോ? ആ ഇപ്പൊ ഞാൻ തന്ന ഈ ക്യാഷ് എന്തിനാന്നറിയോ? നിങ്ങൾക്ക് രണ്ടുപേർക്കും കുറച്ച് ദിവസത്തേക്ക് മറ്റൊരു ജോലിക്കും പോവാതിരിക്കാൻ വേണ്ടിട്ടാ. ഇനിയിപ്പോ അഥവാ നിങ്ങൾക്ക് രണ്ടുപേർക്കും പുറത്തു പോകണമെങ്കിൽ ആ ഗെറ്റപ്പിൽ തന്നെ പോണം. ആ ദേ, രമാദേവിയുടെ ആൾക്കാരെ എപ്പോഴാ നിങ്ങളെ കാണാന്ന് പറയാൻ പറ്റില്ല. എന്റെ ബുദ്ധിപരമായ ഒരു നീക്കത്തിലൂടെ ഞാൻ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് രക്ഷപ്പെട്ടു പോയിക്കോളാം. പിന്നെ മോളുടെ കാര്യം ഓർത്താണ് എനിക്ക് ചെറിയ ടെൻഷൻ പോലെ. എനിക്ക് നിങ്ങളുടെ രണ്ടുപേരുടെ കാര്യത്തിലും നല്ല പേടിയുണ്ട്. ദേ, എല്ലാം ഇത്രത്തോളം കൊണ്ടെത്തിച്ചിട്ട് ഇനി നിങ്ങളായിട്ട് കൊളാക്കരുത്. അപ്പി പേടിക്കണ്ട, ധൈര്യമായിട്ട് പൊക്കോ. ബാക്കിയൊക്കെ ഞങ്ങൾ ഏറ്റെന്ന്. ഓ അപ്പിയെ കൊണ്ട് കെട്ടിച്ചിട്ട് ഞങ്ങൾ ഇനി ഉറങ്ങും. ഇല്ലേ അണ്ണാ? പിന്നല്ലാതെ. എന്നാ ശരി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ഓ ആയിക്കോട്ടെ. ഈ പെണ്ണ് എന്തിനു പറയണേ? നാളെ എങ്കിലും ചന്തയിൽ പോയില്ലെങ്കിൽ എന്നെ സ്ഥിരം മീൻ വാങ്ങിക്കുന്ന ആൾക്കാരെല്ലാം പോവും. ആ ത്രേസിയുടെ അടുത്ത് പോയി മീൻ വാങ്ങിക്കൂന്ന്. അയ്യോ എടി, എന്റെ കാര്യം അങ്ങനെ തന്നെ അടി. ഞാൻ 1-2 സ്ഥലത്ത് തേങ്ങട ചെല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ തെങ്ങിന്റെ മുകളിലായതുകൊണ്ട് എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ നീ സൂക്ഷിക്കണം. അയ്യേ, എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട. ഞാൻ സൂക്ഷിച്ചും കണ്ട് നിന്നോളാം. പഠിപ്പിക്കാൻ വന്നേക്കുന്നു. മറ്റന്നാളാണ് വിവാഹ നിശ്ചയം. അറിയാലോ? അറിയാം. ഇത്രയും നാളും ചന്ദ്രലേഖയെ ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളും ശരിക്കും ഭംഗിയായിട്ട് തന്നെ ചന്ദ്രലേഖ ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിലൊക്കെ ഏറ്റവും വലുത്. അർജുന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ് നടക്കാൻ പോകുന്നത്. അതിലുപരി എന്റെ ഏറ്റവും വലിയ സ്വപ്നവുമാണത്. ഇത്തവണ ചന്ദ്രലേഖ ഒറ്റയ്ക്കല്ല, ഇവനും ഉണ്ടാവും. ഈ വീട്ടിലെ മുഴുവൻ അലങ്കാരങ്ങൾ, വിവാഹ നിശ്ചയത്തിന്റെ ചടങ്ങുകൾ, ഭക്ഷണം, അങ്ങനെ വേണ്ടതൊക്കെ നിങ്ങൾ രണ്ടുപേരും മുൻകൈയെടുത്ത് ചെയ്യണം. ആഡംബരം എത്ര വേണമെങ്കിലും ആവാം. അതിന് എത്ര ആളെ വേണോ നിങ്ങൾക്ക് സഹായത്തിനും വെക്കാം. അതായത് ഇതിനൊക്കെ എന്തെങ്കിലും അപാകത സംഭവിച്ചാൽ തിരിച്ച് എന്നോട് എക്സ്ക്യൂസ് പറയാൻ പറ്റാത്ത വിധത്തിൽ വേണം എല്ലാം ചെയ്യാൻ. നല്ല ഈവന്റ് മാനേജ്മെന്റിനെ ഏൽപ്പിക്കാതെ നിങ്ങളെ ഏൽപ്പിക്കുന്നത് അത് നിങ്ങൾക്ക് നന്നായി ചെയ്യാൻ പറ്റും എന്നെനിക്ക് വിശ്വാസമുള്ളതുകൊണ്ടാണ്. ആ വിശ്വാസം തകർക്കരുത്. മനസ്സിലായല്ലോ?